സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ഇന്ത്യയിൽ ഏറ്റവും അധികം വർഷത്തെ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നാൽ അതിനെ നിരോധിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ കോൺഗ്രസിനെ പേടിച്ച് സുപ്രീം കോടതിയിൽ അഭയം പ്രാപിക്കുകയാണ് BJP. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ട് കൊള്ള പ്രചരണത്തിനെതിരെ അങ്ങനെ സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുന്നു. അതായത് രാജ്യത്ത് നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ അറിഞ്ഞാൽ അത് BJPക്ക് തിരിച്ചടിയാകുമെന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ യാത്രയെ ഭയന്നുകൊണ്ട് അതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുകയാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാർട്ടി അംഗീകാരം റദ്ദാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അങ്ങനെ ഒരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും അതുപോലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെക്കുമെതിരെ SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധിയുടെ പ്രചരണം തടയണമെന്നുമാണ് പൊതു താൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. അതായത് യഥാർത്ഥത്തിൽ BJPയും അവരോടൊപ്പമുള്ളവരും ഈ യാത്രയെ ഭയന്നു കഴിഞ്ഞുവെന്നും ഈ രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ മതേതരത്വ ഹിംസയിൽ ജനങ്ങളെല്ലാം പ്രതികരിച്ചു തുടങ്ങിയെന്നുള്ള സത്യം ബോധ്യമായതോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയെ തന്നെ വഴിയിൽ തടയാൻ സുപ്രീം കോടതി എന്ന പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ പോയി കൈകൂപ്പാൻ തുടങ്ങിയിരിക്കുന്നത് BJP. അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ മുൻ ഉപാധ്യക്ഷൻ സതീഷ് കുമാർ അഗർവാളാണ് ഈ ഹർജി സമർപ്പിച്ചത്. വളരെ വ്യക്തമാണ് എവിടെ നിന്നാണ് ഈ ഹർജി വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ ഭയന്നത് എന്ന് വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധിയും ഒപ്പം പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ആളുകളും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന ഒരവസ്ഥയിൽ നരേന്ദ്രമോദിയുടെ കസേരയ്ക്ക് ഇളക്കം തട്ടി എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ഇവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ അധികാര പരിധിയെ ദുർബലപ്പെടുത്തുന്നതിനാണ് ഈ പ്രചരണം എന്നാണ് ഹർജിയിൽ പറയുന്നത്. ഭരണഘടനയോട് വിശ്വസ്തത പുലർത്തുമെന്ന് പാർട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് എല്ലാവരും. എന്നാൽ പാർട്ടി നേതാക്കളുടെ സമീപകാല നടപടികളും പെരുമാറ്റവും ആ സത്യപ്രതിജ്ഞതയുടെ ലംഘനമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് നരേന്ദ്രമോദിയും കൂട്ടരും വർഗീയ ഫാസിസ്റ്റുകളും എങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കുന്നത് അതിനൊപ്പം നിന്നുകൊടുക്കണമെന്നും എതിരഭിപ്രായം പറയാൻ പാടില്ല. അത് വോട്ട് കച്ചവടമായാലും ജനാധിപത്യ ധ്വംസനമായാലും ആരും എതിര് നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നാൽ പാർട്ടിയെ തന്നെ നിരോധിക്കണമെന്നുള്ളൊരു അഭിപ്രായവുമായിട്ടാണ് സംഘപരിവാർ രംഗത്ത് വരുന്നത്. വോട്ട് കൊള്ള ഉയർത്തി രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഹർജി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങേയറ്റം ജനാധിപത്യ വിശ്വാസികൾ വെറുത്തുപോയൊരു പാർട്ടിയായി BJP മാറുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയെ വഴിയിൽ തടഞ്ഞാൽ മാത്രമേ ഇനി മുന്നോട്ട് വിജയിക്കാൻ കഴിയുള്ളൂ എന്നവർ കരുതിയിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. ജനങ്ങളെ നേരിൽ കണ്ട് വോട്ടുകൊള്ള തുറന്നു കാട്ടുന്നതിനൊപ്പം തന്നെ ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൂടിയാണ് ഈ യാത്രയിലൂടെ ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത്. വോട്ടർ അധികാർ യാത്ര 6ാം ദിവസമായ ഇന്ന് സുൽത്താൻഗഞ്ചിൽ നിന്നും നഗോയ്ച്ചിയിലേക്ക് പുരോഗമിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിന്റെ ഭരണവും NDA സഖ്യകക്ഷികൾക്കും NDAയ്ക്കും നഷ്ടപ്പെടുന്നു എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഹർജിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ യാത്ര കണ്ട് വിഭ്രാന്തി പരന്നവരാണ് ഇതിന് പരക്കം പായുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും.